SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് തുടങ്ങുകയാണ്. സംസ്ഥാനത്ത് പരീക്ഷ നടക്കുന്നത് 2964 കേന്ദ്രങ്ങളിലാണ്. ഇരു വിഭാഗങ്ങളിലുമായി 15 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷാ ഹാളുകളിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് എന്നിവർ ചേരും. ആദ്യം സുധീഷ് ഗോപാലിലേക്ക് പോകുമ്പോൾ, സുധീഷ്, നമ്മൾ രാവിലെ തന്നെ തിരുവനന്തപുരത്തെ അവസ്ഥ കണ്ടതാണ്. നിരവധി കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതാനായി എത്തുന്നത്. വളരെ ഒരു ഭയം ഉള്ളിലുണ്ടാകും. അവസാന നിമിഷത്തെ പ്രിപ്പറേഷൻസ് എല്ലാം ഉണ്ടാകും. പക്ഷേ ഏറെ സന്തോഷത്തോടു കൂടി ചിരിച്ച് ഉല്ലസിച്ച് സുഹൃത്തുക്കളുമായിട്ട് തന്നെ ആയിരിക്കാം എല്ലാ വിദ്യാർത്ഥികളും സ്കൂളുകളിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് പരീക്ഷ മുന്നോട്ട് പോകുന്നത്? ദേവിക, ഇന്ന് രാവിലെ 9:15 തന്നെ പരീക്ഷയ്ക്ക് എത്തുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ സ്കൂളിൽ എത്തണം എന്നാണ് പറയുന്നത്. അത് ഫസ്റ്റ് ബെൽ 9:15 അടിക്കും. അതിന് മുമ്പായി എത്തണമെന്നാണ് പറയുന്നത്. രാവിലെ 7 മണി മുതൽ ഈ ഓരോ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കും. ഞാൻ നിൽക്കുന്നത് എറണാകുളം കാക്കനാട്ടെ തെങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂളിന് മുന്നിലാണ്. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ SSLCക്ക് ഇന്ന് പരീക്ഷയ്ക്ക് എത്തേണ്ട ഒരു കുട്ടിയുടെ ദേഹത്താണ് സഹപാഠികൾ നേരത്തെ ചൊറിയുന്ന പൊടി ഇട്ടത്. നായ്ക്കരണപ്പൊടി ും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായത്. അത്തരത്തിൽ ഏറെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടാണ് ആ കുട്ടി ഇന്ന് പരീക്ഷയ്ക്കായി ഇവിടെ എത്തുന്നത്. അത് അത്തരത്തിൽ ഈ സ്കൂളുകളിലും മറ്റുമുള്ള അക്രമ സംഭവങ്ങളും മറ്റും അതിക്രമിച്ചു വരുന്ന ഇതും എടുത്തു പറയേണ്ടതാണ്. അത്തരം പ്രത്യേകതയുള്ള ഒരു സ്കൂളാണ്. ഇവിടെ 17 കുട്ടികളാണുള്ളത്. ഇന്ന് ഹൈസ്കൂൾ, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഹൈസ്കൂൾ, സ്പെഷ്യൽ സ്കൂളുകൾ അടക്കമുള്ള സ്കൂളുകളിലാണ് SSLC പരീക്ഷകൾ നടക്കുന്നത്. +2 പരീക്ഷ ഉച്ചയ്ക്ക് ശേഷവുമാണ്. ഇവിടെ ഈ വേനൽ കടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്കുള്ള കുടിവെള്ളമടക്കം സ്കൂളുകളിൽ ഇവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയും പ്രത്യേകിച്ചും ഈ വനയോര മേഖല ഉൾപ്പെട്ട ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളിൽ ചോദ്യപേപ്പറുകളും മറ്റും എത്തിക്കുന്നതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:15 കുട്ടികൾ എത്തിയാൽ പരീക്ഷ തുടങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കൃത്യതയോടുകൂടിയുള്ള, ഇല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായ ഒരു മൂല്യനിർണ്ണയമാണ് ഈ പ്രാവശ്യം ഉണ്ടാകുക എന്നും മറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ കാര്യമായി തന്നെ പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം ഇത്തവണ ഉണ്ട് എന്ന മുന്നറിയിപ്പോടു കൂടി തന്നെയാണ് കുട്ടികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ IT പരീക്ഷയും മറ്റും ഫെബ്രുവരി 3-ാം തീയതി ഹൈസ്കൂളിൽ ഇത് പൂർത്തിയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് പരീക്ഷകൾക്കായി കുട്ടികൾ എത്തുന്നത്. വലിയ പ്രതീക്ഷയോടെ കുട്ടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഈ സ്കൂളിൽ 17 കുട്ടികളാണ്. അതിലേതാണ്ട് 7 കുട്ടികൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇനി 10 കുട്ടികൾ കൂടി മാത്രമാണ് ഇവിടെ പരീക്ഷയ്ക്കായി എത്താനുള്ളതും. ദേവിക. ശരി സുധീഷ്.